പുതിയ അധ്യയന വർഷത്തെ +1 ക്ലാസുകൾ ജൂലൈ 6 ആരംഭിക്കും. +1 ആദ്യ അലോട്ട്മെന്റ് അനുസരിച്ചുള്ള പ്രവേശനം പൂർത്തിയാകുമ്പോൾ താൽക്കാലിക പ്രവേശനം പോലും നേടാത്തവർ 24,978 പേരാണ്. ഇവർ പ്രവേശന നടപടികളിൽ നിന്ന് പുറത്തായി. രണ്ടാം അലോട്ട്മെന്റ് 22-ന് പ്രസിദ്ധീകരിക്കും. പുറത്തായവർക്ക് സപ്ലിമെന്ററി ഘട്ടത്തിലും അപേക്ഷിക്കാനാകില്ല. മെറിറ്റ് സീറ്റുകളിലേക്ക് 2,46,630 സീറ്റുകൾ അലോട്ട് ചെയ്തതിൽ 1,23,744 പേർ സ്ഥിരപ്രവേശനം നേടി. താഴ്ന്ന ഓപ്ഷനുകൾ അലോട്ട്മെന്റ് ലഭിച്ച 96,721 പേർ താൽക്കാലിക പ്രവേശനം നേടി. തെറ്റായ വിവരങ്ങൾ നൽകിയ 1,295 പേരുടെ അലോട്ട്മെന്റ് നിഷേധിച്ചു. പട്ടികക്ഷേമ വകുപ്പിന് കീഴിലുള്ള മോഡൽ റെസിഡൻഷ്യൽ സ്കൂളുകളിൽ 1,318 പേർ പ്രവേശനം നേടി. 869 പേരാണ് സ്ഥിരപ്രവേശനം നേടിയത്. 328 പേർ താൽക്കാലിക പ്രവേശനവും നേടിയില്ല. അതേസമയം സ്പോർട്സ് കോട്ട പ്രവേശനത്തിലുള്ള അപേക്ഷ സമർപ്പിക്കൽ ഇന്നലെ അവസാനിച്ചു. മെറിറ്റ് സീറ്റുകളിൽ രണ്ടാം ഘട്ട അലോട്ട്മെന്റും സ്പോർട്സ് കോട്ട അലോട്ട്മെന്റും 22-നാണ്. വേണ്ടത്ര അപേക്ഷയില്ലാത്തതിനെ തുടർന്ന് ഒഴിഞ്ഞുകിടക്കുന്ന സംവരണ സീറ്റുകളടക്കം ജനറൽ വിഭാഗത്തിലേക്ക് മാറ്റിയാകും 29-ന് മെറിറ്റ് സീറ്റുകളിലെ മൂന്നാം അലോട്ട്മെന്റ്. ഇതോടെ കൂടുതൽ അപേക്ഷകർക്ക് അലോട്ട്മെന്റ് ലഭിക്കും. മുഖ്യഘട്ട പ്രവേശനം ജൂലൈ 1-ന് പൂർത്തിയാകും. തുടർന്ന് എയ്ഡഡ് സ്കൂളുകളിലെ കമ്മ്യൂണിറ്റി സീറ്റുകളിലെ പ്രവേശനം പൂർത്തിയായ ശേഷം ജൂലൈ 6-നാണ് +1 ക്ലാസുകൾ ആരംഭിക്കുക. ഇടുക്കി വിഷൻ, കുമളി.